ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവർക്കും ഇന്ന പരിപാടി. ഞാൻ ഇന്ന് സൺഡേ ആയിട്ട് നല്ല തിരക്കിലാണ്. തിരക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് പണിയുള്ള ദിവസമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? എനിക്ക് അങ്ങനെയാണ്. ഇന്ന് ഷോപ്പൊന്നും അവധി ആയതുകൊണ്ട് നല്ല പണിയുണ്ട്. അപ്പോൾ അതിനിടയ്ക്കൂടാണ് ഞാൻ ഈ ബ്ലോഗും ചെയ്യാതെ വെച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൺഡേ ബ്ലോഗിലേക്ക് പോകാം. വെരിവിൻ രാവിലെ ആയിട്ട് ബ്രഷിംഗ് മസ്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സെറ്റാഫിന്റെ ക്ലെൻസർ ആണ് കേട്ടോ. ഇതാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഈ ക്ലെൻസർ യൂസ് ചെയ്തതിന് ശേഷം ഭയങ്കര മാറ്റങ്ങൾ എൻ്റെ ഫേസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് രംഗീല പെണ്ണല്ലേ തങ്കക്കിനാവിന്റെ കസവല്ലേ കല്യാണ പെണ്ണല്ലേ. അപ്പോൾ രാവിലത്തെ നമ്മുടെ ക്ലീനിങ്ങും ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ബാക്കിയുള്ള ജോലിയിലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ ഒരുപാട് ജോലിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ടയർഡ് ആകാതിരുന്ന കൊള്ളാം. നാളെ ആണെങ്കിൽ ലോങ് യാത്ര പോകേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അലുമിനിയം പണിയൊന്നും പോകേണ്ടതുണ്ട്. അപ്പോൾ കുറേ വാഷ് ചെയ്യാനുണ്ട് കേട്ടോ. ഒരുപാട് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്നാണെങ്കിൽ ഒരുപാട് ഇരിക്കുകയാണ് വാഷ് ചെയ്യാൻ. അപ്പോൾ അതെല്ലാം വാഷ് ചെയ്തിട്ട് വേണം അടുത്ത പണിയിൽ വാഷ് ചെയ്യാൻ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടല്ല വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് വേണം അടുത്ത പണിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് തുണിയിടാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് മെഷീനി എന്താ ഡീപ് ക്ലീൻ ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് അഴുക്കെല്ലാം നമ്മുടെ ഡ്രസ്സിനകത്ത് പിടിച്ചാൽ നാശമാവും. ചെയ്യാനിട്ടു. വേറെ ഒന്നുമല്ല, നല്ല അഴുക്കുണ്ട് അതിനകത്ത് വാഷിംഗ് മെഷീനകത്ത്. പിന്നെ കുറേ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാതെ ഇരുന്നിട്ട് അപ്പോൾ അത് മൊത്തം തുണിയിലോട്ട് പിടിക്കണമെന്ന് വെച്ചിട്ട് ഞാനത് ക്ലീൻ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് അതിനകത്തോട്ട് ഇടാം. അതുവരെ ബാക്കിയുള്ള ജോലിയിലേക്ക് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ പേരയ്ക്കകത്ത് നിറച്ച് പേരയ്ക്ക് പിടിച്ചു. പക്ഷേ ഒരെണ്ണം പോലും നമുക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതൊരു എന്താ പറയുന്ന ഒരു റോസ് പേരയ്ക്കാണ് ഉണ്ടായിട്ടത്. പക്ഷേ എല്ലാം കേടായി പോവുകയാണ്. ഒരെണ്ണം പോലും നല്ലതായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ യൂണിഫോം ഒക്കെ ധരിച്ചതേ നമ്മൾ സെറ്റായി ഗൈസ് കിച്ചണിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടും ഏത്തപ്പഴം പുഴുങ്ങിയത് മുട്ടയൊക്കെ ആക്കാൻ വിചാരിച്ചു. വേറെ ആരും ഇല്ല ഇവിടെ. മോനൊന്നും ഇല്ല. മോനൊക്കെ എൻ്റെ വീട്ടിലേക്ക് പോയിക്കും കൊല്ലത്തേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ടൊക്കെ ഉണ്ടാക്കാം. വേറെ ജോലിയൊന്നും ഇല്ല. കുട്ടിയിട്ട് കുത്തള്ളി എടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അതിന് നമ്മുടെ ഇടിയപ്പം പുട്ടിനുള്ള ഏത്തപ്പഴം പുഴുങ്ങാനുള്ള സാധനം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏത്തപ്പഴം പുഴുങ്ങിയതും പിന്നെ പുട്ടുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. എനിക്ക് പുട്ട് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. എങ്കിലും ഇന്ന് സമയമില്ല ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ. രാവിലെ ആണെങ്കിൽ നല്ല മഴയ്ക്കായിരുന്നു കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ. പിന്നെ അതിനിടയ്ക്കാണ് ഞാൻ തുണി വിരിച്ചണമെന്ന് വിചാരിച്ചിട്ട് മഴയായിരിക്കും തോന്നുന്നു. എന്തായാലും നോക്കാം നമുക്ക്. എനിക്കിപ്പോൾ മോൻ കഴിച്ച ശേഷമാണ് തോന്നുന്നത് എന്ന് ഏത്തപ്പഴം പുഴുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങാനൊക്കെ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി തട്ടിലോട്ട്. അപ്പോൾ അതൊന്ന് പുഴുങ്ങി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പുട്ടിനുള്ള മാവ്. കുറേ ദിവസമായി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് രാവിലെ ഒന്നും നോക്കുന്ന കയറുന്നത്. ഇപ്പം വല്ലപ്പോഴും ഒക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത ജോലിയിലേക്ക് കിടക്കാൻ. ഒരുപാട് വസ്തു നമുക്ക് കുറവാണ്. നല്ല സെന്റിനകത്താണ് വീട് ഫുള്ള് നിൽക്കുന്നത്. അപ്പോൾ റോഡ് സൈഡിനാണ് വീട്. ഈ വണ്ടിയിലേക്ക് വെള്ളം കേൾക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. റോഡ് സൈഡിനാണ് എനിക്ക് ഇഷ്ടവും. പക്ഷേ പൊടിയുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, എനിക്ക് ഒരുപാട് തലക്കുറവിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ക്ലീൻ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഇത്രയായിട്ട് പോലും എനിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ തോന്നി ആയാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ കുറേ തുണി ഉണ്ട് കേട്ടോ കഴുകാൻ. അപ്പോൾ എല്ലാം മാറി മെഷീനിൽ ഇട്ടിട്ട് വേണം ഇനി അടുത്ത പണിയിലോട്ട് കിടക്കാൻ. ഇതെല്ലാം ഇന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് വേണം എനിക്ക് പോകാൻ കേട്ടോ. തുണി എല്ലാം മാറി മെഷീനിൽ ഇട്ടേണ്ടേ കഴുകാനിട്ട് കഴുകാനിട്ടു. ഇതെല്ലാം വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ വിരിച്ചിടാൻ. പുട്ടുണ്ടാക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് മാത്രം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് എനിക്ക് മാത്രമാണ് പുട്ടുണ്ടാക്കുന്നത്. വേറെ ആർക്കും ഇല്ല. എല്ലാവരും മക്കളില്ല. ഇക്കായ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇക്കായ്ക്ക് പുട്ടിനോട് താല്പര്യമില്ല. അപ്പം നമുക്ക് പുട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഈ മാവ് നല്ല പുട്ടിൻ്റെ പൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായത് നല്ല സോഫ്റ്റ് ആണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ പിന്നെ പുട്ടുണ്ടാക്കി കഴിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ പുട്ടുണ്ടാക്കി കഴിക്കുന്ന കൂട്ടത്തിലല്ല ഒരുപാട്. ഇവിടെ എൻ്റെ ഇളയ മോന് മാത്രമാണ് പുട്ട് ഇഷ്ടമുള്ളത്. സോഫ്റ്റ് പുട്ടുപൊടിയാണ്. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നല്ലപോലെ നനച്ചു കൊടുത്തില്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഒരുപാടായിട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടുപൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇനി തേങ്ങ ഇടണം. അപ്പോൾ ഞാൻ കുക്കറിനകത്തല്ല ഇഡലി പാത്രത്തിൽ വെച്ച് തന്നെയാണ് പുട്ട് ഇടുന്നത് കേട്ടോ. മറ്റേ പുട്ടുകുറ്റിയൊന്നുമില്ല. പുട്ടുകുറ്റിയിലല്ല. ഇനി പുട്ടുകുറ്റിയിൽ ശരിയാവില്ല കേട്ടോ. എത്ര ഞാൻ പുട്ട് പുഴുങ്ങിയാലും പുട്ടുകുറ്റിയിൽ ശരിയാവില്ല. അപ്പോൾ ഇഡലി പാത്രത്തിനകത്തോട്ട് തട്ടിനകത്തോട്ട് വെച്ച് തന്നെ പുഴുങ്ങാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങയ്ക്ക് തിരികൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുഴുങ്ങാൻ വെച്ചത് നമ്മുടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഈ തട്ടിനകത്തേക്ക് തന്നെ നമുക്ക് പുട്ടിൻ്റെ മാവ് കേട്ടാം. ഈ ഏത്തപ്പഴം ഇതിനകത്ത് മാറ്റാം. എന്നിട്ട് ഇതിനകത്തേക്ക് തന്നെ നമുക്ക് പുട്ടിൻ്റെ മാവും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് പുട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഏത്തക്ക റെഡിയായി. അടുത്തത് മാവ് പുട്ട് പുഴുങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടിൻ്റെ മാവിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുവാണ്. തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് കൈക്കോട്ടോ. അങ്ങനെ പുട്ട് പിടിങ്ങാനായിട്ട് വെച്ചു. അപ്പോൾ അതേ ചോറിനുള്ള വെള്ളവും ഞാൻ അടുപ്പിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയെങ്കിൽ അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചു. അപ്പോൾ ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുട്ടായിട്ടില്ല. അപ്പോഴത്തേക്ക് നമുക്ക് തുണി വെച്ചിട്ട് വരാം. അങ്ങനെ തന്നെ നമ്മുടെ മൊത്തം ഏത്തപ്പഴവും പാലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ രാവിലെ ചായ കുടിക്കുന്നില്ല കേട്ടോ. പാലാണ് കുടിക്കുന്നത്. നിങ്ങളേക്കും പാല് കുടിക്കത്തോളും അല്ല. എനിക്ക് ചായയോടൊന്നും അത്ര താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഇടയ്ക്ക് ഞാൻ എവിടെയാണ് ആദ്യപ്പള്ളി പോയപ്പോൾ ഒരു ഫിൽറ്റർ കോഫി കുടിച്ചാലും. അപ്പോൾ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഫിൽറ്റർ കോഫി കുടിച്ചത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഫിൽറ്റർ കോഫി. നിങ്ങളെല്ലാം മസ്റ്റായിട്ടും തയ്യണം കേട്ടോ. അവിടെ പോകുമ്പോൾ അങ്ങമാരി പോകുമ്പോൾ. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് പേര് ഞാൻ എൻ്റെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടാൽ മതി. അപ്പോൾ നല്ല ചൂടാണ്. എനിക്ക് ചൂടുള്ള പാൽ വേണം. അപ്പോൾ ഫുഡ് കഴിക്കാം. ഞാൻ പഞ്ചസാര യൂസ് ചെയ്തില്ല കേട്ടോ. പഞ്ചസാരയൊക്കെ പരമാവധി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വ്യത്യാസം ഒരുപാടുണ്ട് കേട്ടോ. വ്യത്യാസം കാണാൻ ഒരുപാടുണ്ട്. ഈ ഏതൊക്കെ വെയിറ്റ് ഒക്കെ എന്ന് പറയുന്നത് പുഴുങ്ങി കഴിച്ചാൽ അറിയത്തില്ല. പക്ഷേ എനിക്ക് വേണം.
അപ്പം ഞാൻ വെക്കുക ഈ അരിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇനി വാഷ് ചെയ്തിട്ട് നമുക്ക് മേലോട്ട് കൊണ്ട് വീട്ടിലാം കേട്ടോ. അപ്പോൾ ഇത് വാഷ് കഴുകി നമുക്കങ്ങ് അരി ഇടാം. അങ്ങനെ അരിയൊക്കെ വെള്ളത്തിലോട്ട് ഇടുവാണ്. അപ്പോൾ ഗേസ് നമ്മുടെ മീൻ ഇതാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഈ വെട്ടാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ മീൻ. അപ്പം നമുക്കിത് വെക്കാം. അങ്ങനെ വേണ്ട, എനിക്ക് മീൻ വെക്കാനൊന്നും നല്ലതായിട്ട് അറിയത്തൊന്നുമില്ല കേട്ടോ. അതിന് കുറ്റമൊന്നും പറയരുത്. കാരണം എനിക്കത്ര മീൻ വെട്ടിയൊന്നും അത്ര ശീലമില്ല. അത് മീൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ കഴുകി വൃത്തിയാക്കിട്ടെ മീനെ വൃത്തിയാക്കി വന്നിട്ടുണ്ട്. നമ്മൾ സവാള വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മുളക് വെക്കാം. ഞാൻ തേങ്ങ ചുക്കണം ശേഷം മീൻ വാങ്ങിച്ചപ്പോഴാണ് ഓർത്തത് നമ്മുടെ മിക്സ് കേടായി ശരിയാക്കാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയായി വരട്ടെ. അപ്പോൾ നമുക്ക് മുളക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി, കൊച്ചുള്ളി, പിന്നെന്താ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കല്ല് വെച്ച് അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ വെള്ളമൊക്കെ പറ്റി നമുക്ക് എണ്ണ വയ്ക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം ഒന്ന് വാടാനായിട്ട് അതിനകത്ത് കുറച്ച് കരിയാപ്പിലയും ഇട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് പൊടിയെല്ലാം കൂടെ ചേർക്കാം. അപ്പോൾ പൊടി ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് പച്ചച്ചോ മാറുന്ന വരെ നൽകണം. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉലുവപ്പൊടി ഇത്രയായിട്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ചപ്പോൾ ഞാൻ അതിനകത്ത് മീനൊക്കെ കുറച്ച് കുടമ്പയും ഇട്ടോ. അപ്പോൾ തക്കാളി ഇല്ലായിരുന്നു, പിന്നെ പോയി മേടിക്കാൻ വയ്യാത്തതുകൊണ്ട് തക്കാളി ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഓമയ്ക്കത്തോരൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓമയ്ക്കത്തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മുട്ടയും പൊരിച്ചു ഫിഷ് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫിഷ് ഫ്രൈ കിടന്ന് മുരിയുന്നുണ്ട്. അങ്ങനെ മുട്ടയും ഫിഷ് ഫ്രൈയും ഓമയ്ക്കത്തോരനും എല്ലാം ആയി. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി. മുട്ട പൊരിച്ചത്, മീൻ ഫ്രൈ, പിന്നെ ഓമയ്ക്കത്തോരൻ, നല്ല ചൂട് മീൻ കറി, മുളക് കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കും. ഓക്കെ, ബൈ ബൈ.